അംഗം നന്നായി ലസിക്കും സിതകനകമണീഭൂഷണങ്ങൾ ധരിച്ചും തുംഗശ്രീയാൽ തിളങ്ങി ത്രിഭുവനമഖിലം കാത്തിടും ലോകവന്ദ്യേ. ഭംഗം കൂടാതെ നിത്യം തവ ചരണയുഗം കണ്ടു കൈ കൂപ്പിടുവാനായി ഭംഗ്യാവന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 48-ാമത്തെ അധ്യായത്തിലെ ആസ്തികന്റെ കഥയാണ് പറഞ്ഞു വന്നത്. ആസ്തികൻ മനസാദേവി അഥവാ ശരത്കാരുവിൻ്റെയും മുനിയായ ശരത്കാരുവിൻ്റെയും പുത്രനാണ്. അദ്ദേഹം ജനമേജയന്റെ സർപ്പയജ്ഞം നിർത്തി തക്ഷകനെയും ദേവന്മാരെയും രക്ഷിച്ച കഥകളെയാണ് പറഞ്ഞു വന്നത്. കേട്ടുകൊണ്ടിരുന്ന നാരദൻ ചോദിക്കണു, മനസാദേവിയെ മഹേന്ദ്രൻ ഏതു സ്തോത്രം കൊണ്ടാണ് സ്തുതിച്ചത്? ആ ദേവിയെ, മനസാദേവിയെ പൂജിക്കേണ്ട ശരിയായ വിധിയും പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ വിധിയെ പറഞ്ഞു കൊടുക്കുന്നത്. കുളിച്ച് ആചമന്യം എല്ലാം ചെയ്ത് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ദേവിയെ രത്നസിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഗംഗാജലം കൊണ്ട് വേദമന്ത്രത്തോടുകൂടി മനസാദേവിയെ അഭിഷേകം ചെയ്യണം. അതേമാതിരി ആ പൂജാവിധികളെല്ലാം അവിടെ പറഞ്ഞുകൊടുത്തു. ഓം ഹ്രീം ശ്രീം മനസാദേവ്യൈ സ്വാഹ എന്ന മൂലമന്ത്രം കൊണ്ടാണ് ദേവിയെ പൂജിക്കേണ്ടത്. ഈ മൂലമന്ത്രം ദശാക്ഷരമായ മൂലമന്ത്രമാണ്. ഇത് യഥോചിതം സകലതും അർപ്പിച്ച് ഷോഡശോപചാരങ്ങളും ചെയ്ത് ആ ദേവിയെ ഇന്ദ്രൻ പൂജിക്കുകയുണ്ടായി. വിഷ്ണുവിൻ്റെ പ്രേരണയനുസരിച്ച് ഭക്തിപൂർവം പൂജിച്ചു. പലതരത്തിലുള്ള വാദ്യങ്ങളും ആ അവസരത്തിൽ അവിടെ വായിച്ചു. അപ്പോൾ മനസാദേവിയുടെ മേൽ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. മുനിമാരുടെയും ബ്രഹ്മാവിഷ്ണു ശിവൻ എന്നിവരുടെയും നിർദ്ദേശപ്രകാരം ദേവേന്ദ്രൻ ആ ദേവിയെ സ്തുതിച്ചു. പുരന്ദരവാച എന്ന് പറഞ്ഞ് ആ ദേവിയെ ഇന്ദ്രൻ സ്തുതിക്കുന്ന സ്തുതിയാണ് പിന്നീട് അവിടെ പറയണത്. ദേവീം ത്വാം സ്തോതും ഇച്ഛാമി സാധ്വീനാം പ്രവരാംബരാം പരാത്പരാം ച പരമാം നഹി സ്തോതും ക്ഷമോധുന സ്തോത്രാണാം ലക്ഷണം വേദേ സ്വഭാവാഖ്യാനതൽപരം ന ക്ഷമ പ്രകൃതേ വക്തും ഗുണാനാം ഗണനാം തവ മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ, കുറച്ച് ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്വയം ഇന്ദ്രൻ ദേവിയെ സ്തുതിച്ചതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ആ ദേവിയെ സ്തുതിച്ചു. ഈ ശ്ലോകങ്ങളെ കൊണ്ടാണ് ദേവിയെ സ്തുതിക്കേണ്ടത് എന്ന് ദേവിയുടെ പൂജാവിധികളും ദേവിയുടെ മൂലമന്ത്രവും ദേവിയെ സ്തുതിച്ച ആ സ്തുതികളെയും അവിടെ പറഞ്ഞുകൊടുത്തു. എന്നിട്ട് ക്ഷീരം മുതലായിട്ടുള്ള, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാൽ മുതലായിട്ടുള്ളവ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു, പൂജിച്ചു. ദേവന്മാരാൽ പൂജിക്കപ്പെട്ട അവൾ മനസാദേവി വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. ഇന്ദ്രൻ ചൊല്ലിയ ഈ സ്തോത്രം പുണ്യകാരണമാണ്. ആ സ്തോത്രം ചൊല്ലി മനസാദേവിയെ പൂജിക്കുന്നവന് നാഗഭയം ഉണ്ടാവില്ല. അവൻ്റെ കുലത്തിൽ പിറന്നവനും നാഗഭയം ഉണ്ടാവില്ല. സ്തോത്ര സിദ്ധി വരുത്തിയവന് വിഷം അമൃതതുല്യമായിത്തീരും. 5 ലക്ഷം ഒരു ജപിച്ചാൽ ഒരുവന് ഈ സ്തോത്രം സിദ്ധമായിത്തീരും. സ്തോത്രസിദ്ധി വന്നവന് സർപ്പത്തിൻ്റെ മേൽ കിടക്കാം, സർപ്പത്തിന് വാഹനമാക്കാം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ സർപ്പദോഷങ്ങൾ, സർപ്പഭീതി, സർപ്പവിഷം മുതലായവയ്ക്കെല്ലാം പരിഹാരമാണ് ഈ മനസാദേവിയുടെ സ്തോത്രങ്ങൾ എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ മനസാദേവിയുടെ ഉപാഖ്യാനത്തോടുകൂടി 48-ാമത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ അടുത്ത അധ്യായത്തോടുകൂടി തുടങ്ങാം. എല്ലാവർക്കും മഹാദേവിയുടെ
പരിപൂർണ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യേ നമഃ.